രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകുന്നതിനു പകരം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ തോതിൽ റേഷൻ നൽകുന്ന പതിവ് തുടരുകയാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാനുള്ള ബാധ്യത കേന്ദ്രത്തിനാണെന്ന് അറിയാവുന്നതിനാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡ് വിതരണം തുടരുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. റേഷൻ കാർഡ് വിതരണം തുടരുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് റേഷൻ നൽകേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു. സൗജന്യ റേഷൻ നൽകാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അവരിൽ പലരും തങ്ങൾക്ക് കഴിയില്ലെന്ന് പറയും. അതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. അതേസമയം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരം 80 കോടി പാവപ്പെട്ടവർക്ക് ഗോതമ്പിന്റെയും അരിയുടെയും രൂപത്തിൽ സർക്കാർ സൗജന്യ റേഷൻ നൽകുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഏകദേശം 2 മുതൽ 3 കോടി വരെ ആളുകൾ ഇപ്പോഴും പദ്ധതിയിൽ നിന്ന് പുറത്താണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. NFSAയ്ക്ക് കീഴിൽ റേഷൻ കാർഡുകൾ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയ്ക്ക് അർഹരും അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞിട്ടുള്ളവരുമായ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ദുരവസ്ഥയും ഉയർത്തിക്കാട്ടുന്ന ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ ശ്രമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ നിർദ്ദേശം നൽകണമെന്ന് ഒരു NGOയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. കേന്ദ്രം നൽകുന്ന സൗജന്യ റേഷൻ പ്രയോജനപ്പെടുത്താൻ കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ എത്ര കാലത്തേക്ക് ഇത് സൗജന്യമായി നൽകാനാകുമെന്നും ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കായി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നും കോടതി ചോദിക്കുന്നുണ്ട്. 2021 സെൻസസ് നടത്തിയിരുന്നുവെങ്കിൽ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമായിരുന്നു. എന്നാൽ കേന്ദ്രം ഇപ്പോൾ ആശ്രയിക്കുന്നത് 2011 സെൻസസ് ഡാറ്റയാണ് എന്നും പ്രശാന്ത് ഭൂഷൺ പറയുകയുണ്ടായി.